പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂൺ 18 ബുധനാഴ്ച പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ പ്രഭാതത്തിലെ കർത്താവിന്റെ തിരുസന്നിധിയിലെ നമ്മൾ നിർത്തപ്പെടുകയാണ്. നമുക്ക് ഈ പ്രാർത്ഥനകൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഇപ്പം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ചിലരിത്ത് പ്രായമുള്ളവരൊക്കെ ഇത് താമസം എഴുന്നേക്കണമെന്നൊക്കെ ഞാൻ അറിയാണ്ട്, എന്നാലും നിങ്ങളെ ഒക്കെ ഇത്തിരി താമസിച്ച് ചില പ്രായമുള്ളവരൊക്കെ ചെയ്യുമ്പോൾ ചില രോഗികളൊക്കെ അങ്ങനെ ചെയ്യത്തില്ലേ. അപ്പോൾ എന്നാലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയണത്, നിങ്ങളാണത് ചെയ്യണമെന്ന് നിങ്ങൾ പറയരുത്. ദൈവം നിങ്ങളെ കൊണ്ടത് ചെയ്യിക്കുന്നുണ്ട്. ഞാനെപ്പോഴും ഓർക്കുകയെ, ഈ കുരിശിൻ്റെ ചുവട്ടിൽ അമ്മ നിന്നെന്ന് പറയത്തില്ലേ, അപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിന്ന് പറയും, അങ്ങനെയല്ല കേട്ടോ, നിർത്തിയതാണ് കേട്ടോ എന്ന് പറയും. അപ്പോഴും ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. കാര്യം അത് വേറെ വിഷയമല്ലേ. അതായത് ദൈവം അതുകൊണ്ട് തന്നെ നമ്മൾ
നമ്മൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ട്, ഈ പ്രാർത്ഥന ചെല്ലുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ കൊണ്ട് ചെല്ലുകയാണ്. അപ്പോൾ ദൈവവും നിങ്ങൾ തമ്മിൽ കൊള്ളാവുന്ന ഒരു ബന്ധമുണ്ടെന്ന് ഓർത്തേക്കണം. സോ ലെറ്റ് us കം ടു പ്രേയർ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥത ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മയെ പരിശുദ്ധമേ, ദൈവമല്ലാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളങ്ങൾ എല്ലാ ദിവസവും എല്ലാവരിലും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയാണ്. ആ പ്രാർത്ഥന കഴിഞ്ഞ് ഇനി അതിൻ്റെ അടയാളങ്ങൾ എല്ലാ മക്കൾക്കും എല്ലാ നേരവും അനുഭവിച്ച് ഞങ്ങളുടെ ജീവിതം തന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി ദൈവത്തിൻ്റെ വിളിയായി തിരഞ്ഞെടുത്ത് വിവേചിച്ച് മനസ്സിലാക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കൾക്കെല്ലാം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്തവർ ഈശോ കാണിക്കുന്നുണ്ട്. ഈ തണുപ്പത്ത്, മഴയത്ത്, വെള്ളപ്പൊക്കം വരുമ്പോൾ സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റാത്തവരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം മനസ്സിൽ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അടുത്ത കൊല്ലം വർഷകാലം ഉണ്ടാവുമെങ്കിൽ കർത്താവ് അതൊക്കെ നിങ്ങളെ സെറ്റ് ചെയ്തിരിക്കാം. അല്ലെങ്കിൽ കർത്താവ് ഇപ്പോൾ അത് കാണിക്കേണ്ട കാര്യമില്ലേ. അപ്പം അതുകൊണ്ട് എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്നവരെ ആർക്കെങ്കിലും ഭവനത്തിന് തടസ്സങ്ങളുണ്ട്, ഭവനമില്ലാത്ത അവസ്ഥ ഉണ്ട്, ഭവനം വെക്കാൻ വീടില്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ കർത്താവ് തന്നു കഴിഞ്ഞു എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ബോധ്യത്തോടെയൊക്കെ പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങളുടെ മുമ്പിൽ ഒന്നും കാണുന്നില്ല എന്ന് പറയും. കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കർത്താവിനെ മാത്രം കണ്ടാൽ മതി. കൃപാസന സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടാൽ മതി. അപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് ദൈവം ഇന്നും ഉള്ളതെന്ന് പോലെ വിളിച്ചു വരുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിലേറ്റവും വലിയ നമ്മളെ സഹായിക്കുന്നത് ഉടമ്പടി തന്നെയാണ്. കാര്യം അത് വർക്കൗട്ട് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. കർത്താവെ, അങ്ങനെ മക്കൾ, ജോലിയില്ലാത്തവർ, അതുപോലെ തന്നെ ഇപ്പോഴും അഡ്മിഷൻ കിട്ടാത്തവർ, അവർ വിചാരിക്കുന്ന സബ്ജക്റ്റിന് അഡ്മിഷൻ കിട്ടാത്തവർ, വിചാരിക്കുന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടാത്തവർ, അങ്ങനെ ഓരോരോ അരച്ചിൽ വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, ആ സ്കൂളിൽ കീഴിൽ ഞാൻ പഠിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ കുഞ്ഞുങ്ങളുണ്ട്. അവർ പറയണം മാതാപിതാക്കന്മാർക്ക് മനസ്സിലാവണില്ല, എവിടെയും കിട്ടിയാൽ പോരെ, എങ്ങനെയും പഠിച്ചാൽ പോരെ എന്ന് പറയുമ്പോഴേ മക്കളും മാതാപിതാക്കന്മാരും തമ്മിൽ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ആ മക്കൾക്ക് അറിയാം ആ സ്കൂളിൽ തന്നെ പഠിച്ചാൽ മാത്രമേ ഇതിന് സ്കോപ്പുള്ളതെന്ന് അറിയാം. പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ മാതാപിതാക്കന്മാരെ മനസ്സിലാക്കാൻ ചിലരെ പറ്റണില്ല. അതുകൊണ്ട് പലതരത്തിലുള്ള പഠന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും അക്രമങ്ങളും പ്രത്യാക്രമണങ്ങളും പോലെ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളുണ്ട്. പരസ്പരം മാനസികമായിട്ട് അകന്നു പോയവരുണ്ട്. ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഐക്യത്തോടെ മുന്നേറാൻ പറ്റാത്തവരുണ്ട്. അവരെല്ലാം ഞാൻ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അമ്മ അവിടെ ചെല്ലണം. അമ്മ അവരുടെ കൂടെ അവരുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ ഏറ്റെടുക്കണം. അവർക്ക് മാനുഷികമായി പരാജയപ്പെട്ടെടുത്ത് അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിലെ ആ കുടുംബം ഐക്യപ്പെട്ട് വരണം. യേശുക്രിസ്തു നാമം അവർ പേറണം. ആ നാമം ലോകത്തിന് കൊടുക്കാനോ സുഖത്തിന് ഉപകരണമാകണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഗർഭിണികളായ അമ്മമാരിപ്പോൾ കാണുന്നുണ്ട്, മക്കളില്ലാത്ത അമ്മമാരെ കാണുന്നുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ തിരുമുറുപാട് വലതുകരത്താൽ കർത്താവ് ആശീർവദിക്കട്ടെ. കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകൾ നോക്കുമ്പോൾ പല കാര്യങ്ങളും വളരെ നിസ്സാരമാണ്. നമ്മളത് ആ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നാത്തതിൻ്റെ കാരണം നമ്മൾ ദൈവമായിട്ട് ആ ഉടമ്പടി എടുത്തിട്ടെങ്കിൽ പോലും ഉടമ്പടിയുടെ അരുവിലേക്ക് വരാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉടമ്പടിയുടെ അരുവിലേക്ക് വരുന്നതിന് വേണ്ടിയും ആ ആന്തരികമായ ബോധ്യം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും പരിശുദ്ധ ദൈവമാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചെറിയ കടകൾ, കമ്പോളങ്ങൾ, വ്യവസായങ്ങൾ, വ്യാപാരങ്ങൾ, ഏജൻസികളൊക്കെ ചെയ്ത് ജീവിക്കുന്നവർക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നഷ്ടമായി കിടക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പലതരത്തിൽ മനസ്സിനെ വിഷമിപ്പിച്ച് വേദനിച്ച് കഴിയുന്നവരുണ്ട്. അതുകൊണ്ട് കൃഷി നഷ്ടപ്പെട്ടവരുണ്ട്. കൃഷി ഇപ്പോൾ ഇറക്കാനുള്ള സമയമായി വരുന്നവരുണ്ട്. അപ്പോൾ അവരെല്ലാ മേഖലകളെയും കർത്താവെ ആശീർവദിക്കണമേ. കന്നുകാലികളെ, നായ്ക്കാലികളെ വളർത്തിക്കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അതിന് രോഗങ്ങൾ വരുന്നവരുണ്ട്. അങ്ങനെ പല വിഷയങ്ങളും അനുഭവിക്കുന്ന കുടുംബങ്ങൾ, വർഷകാലത്തിൻ്റെ രോഗങ്ങൾ അനുഭവിക്കുന്നവർ, ഇങ്ങനെ എല്ലാ മേഖലകളെയും കർത്താവേ നിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ സകല സങ്കടങ്ങളെയും യേശുക്രിസ്തു നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വസരെ നയിക്കുക. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹപ്രവർത്തകൻ എന്നോട് ചോദിച്ചു,
കുറച്ചുകൂടി മെച്ചമായി ആധ്യാത്മികമായിട്ട് വളരാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് വീട്ടിലോട്ട് മടങ്ങാൻ പറഞ്ഞു. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പല നമ്മളുണ്ടല്ലോ, നമ്മളുണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരു നമ്മളുണ്ട് അല്ലേ, സ്കൂളിൽ കോളേജിൽ അവിടെ നിങ്ങളെക്കുറിച്ചുള്ള ഇമ്പ്രഷനുണ്ട്. ഇതെല്ലാം ഫേക്കാണ്. നിങ്ങളുടെ കമ്പനിയിൽ ഹോസ്പിറ്റലിൽ നിങ്ങളെക്കുറിച്ചൊരു ഇമ്പ്രഷനുണ്ട്, പുറത്തേക്ക് അത് ഫേക്കാണ്. ഫേക്ക് അല്ലാത്ത ഇമ്പ്രഷൻ ആരുടെ ആണെന്നറിയാമോ? വീട്ടുകാരുടെ. വീട്ടിൽ നിങ്ങളെ ഫേക്ക് അല്ലെങ്കിൽ റിയൽ ആണെങ്കിൽ നിങ്ങളെ പക്ക റിയലാണ്. കാര്യം നിങ്ങളെ കൃത്യമായിട്ട് അകവും പുറവും വ്യത്യസ്തമായ കാലാവസ്ഥകളിൽ അറിയാവുന്ന ആൾക്കാരാണ് വീട്ടിലുള്ളത്. അപ്പം വീട്ടിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഓക്കെയാണ്. അതുകൊണ്ടാണ് കർത്താവ് അവനെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടില്ല. പിശാച് ബാധ്യന. പിശാച് അവന് ഒഴിഞ്ഞു പോയിട്ടുള്ളൂ. പിശാച് കുറേ നാൾ താമസമാണ് അവൻ്റെ ശരീരത്തിലേ. അപ്പം ആ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഹേവിയർ അല്ലേ. ആ ബിഹേവിയർ ഉണ്ടല്ലോ. ഇപ്പം ഒരു പിശാച് ബാധനെ ഈശോ ഒഴിപ്പിച്ചില്ലേ. അപ്പം അവൻ കർത്താവ് വള്ളത്തെ കയറി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ കഴിഞ്ഞപ്പോൾ അവൻ വള്ളത്തിൽ കയറാൻ പോയി. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചാൽ നീ ഇവിടെ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ കർത്താവിടെ എല്ലാം അവിടെ കൂടെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ ആ കേസ് അറ്റൻഡ് ചെയ്ത് പറഞ്ഞു നീ അത് വിട്ടിപ്പോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നതാ. നീ അത് വിട്ടിപ്പോ. എന്താ കാര്യം? കുറേ നാൾ പിശാച് താമസിച്ച ശരീരമല്ലേ. അപ്പോൾ അതിൻ്റെ അകത്തൊരു ബിഹേവിയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കാണും. അത് സുഖപ്പെടണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് അവർ കറക്ഷൻ ചെയ്യണം. അത് മർക്കോസ് 5:18-19. അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാച് ബാധിച്ചിരുന്ന മനുഷ്യൻ പഴയ രഗീയൻ അവനോട് കൂടെ അവനോട് കൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു. നല്ല മനുഷ്യനുണ്ട്. അനുവാദം ചോദിച്ചാൽ ബിഹേവിയർ ശരിയായി വരുന്നുണ്ട്. എന്നാൽ യേശു അനുവദിച്ചില്ല. അവൻ പറഞ്ഞു നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. സ്വന്തക്കാരെന്ന് പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വീടെന്നുകൊണ്ട് ഇപ്പം ഞങ്ങളെ നിയമമൊക്കെ പഠിക്കുമ്പോൾ ഹോം എന്ന് വെച്ചാൽ എന്താണത് വിശദീകരിക്കുന്നുണ്ട്. സ്വന്തക്കാർ താമസിക്കുന്ന സ്ഥലം. സ്വന്തക്കാരെടുത്ത് ചെന്നിട്ട് കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. കർത്താവിന്റെ കരുണയുടെ കൈമാറ്റക്കാരനായിട്ടാണ് അവനെ വിടുന്നത് സ്വന്തം വീട്ടിലോട്ട്. അതാണ് ഏറ്റവും വലിയൊരു വിഷയം. അതായത് സ്വന്തം വീട്ടില് കർത്താവിന്റെ കരുണയുടെ കൈമാറ്റക്കാരനായിട്ട് ഒരു ദൈവ വിളി കൊടുത്ത് അവനെ വിടുകയും കുറച്ച് കാലം കഴിയുമ്പോൾ ആ വീട്ടുകാരുടെ കൂടെ ജീവിച്ച് കഴിയുമ്പോൾ ആ പഴയ ബിഹേവിയറൊക്കെ ഇല്ലേ, ആ ബിഹേവിയർ സിസ്റ്റം ഓഫ് ബിഹേവിയർ ഉണ്ടല്ലോ, അത് പതുക്കെ സബ്സൈഡ് ചെയ്ത് അവൻ കറക്റ്റ് സുവിശേഷമാകും. ആ സമയത്ത് കർത്താവിൻ്റെ കൂടെ അവൻ ചിലപ്പോൾ കർത്താവിനെ തിരിച്ച് വിളിച്ച് കൂടെ നിർത്തിയെന്നും വരും. അപ്പോൾ എപ്പോഴും നമ്മളെക്കുറിച്ചുള്ള ഫസ്റ്റ് ഹാൻഡ് നോളജ് നമ്മൾ അത് തരേണ്ടത് വീട്ടുകാരാണ് തരേണ്ടത്. അതുകൊണ്ട് ഈശോ ചോദിക്കുകയെ ഹൂം ഡു യു സേ ദാറ്റ് ഐ ആം. അതാണ് ഈശോയ്ക്കും തൻ്റെ പേഴ്സണൽ അസസ്മെൻറ്റിന് എന്താ അടിസ്ഥാനപ്പെട്ടിട്ടുള്ളത്. തന്നെക്കുറിച്ചുള്ള പേഴ്സണൽ അസസ്മെൻറ്റിനെ സ്വയം വിലയിരുത്തലിന് ഈശോ അവലംബിക്കുന്നത് എന്താണ്? വീട്ടുകാരെയാണ്. അതാണ് ഈശോ പറയുന്നത്. എന്താണ് ഹൂം ഡു യു സേ? മത്തായി 16:15. അവൻ അവരോട് ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമിയോൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പൊ നിന്റെ വീട്ടുകാര് നീ ദൈവത്തിന്റെ ആളാണെന്ന് പറഞ്ഞാൽ നീ ദൈവത്തിന്റെ ആളാണ്. ഓക്കെ അല്ലേ? അപ്പം അതിനുവേണ്ടി നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് വീട്ടിൽ നിന്ന് കിട്ടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടമ്പടി ഫയറാകും. താങ്ക് യു.